എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സോഷ്യോളജിയുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണിന്ന് നമ്മളുടേത്. അപ്പോൾ ഇന്നലെ നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം വളരെ ഈസി ആയിരുന്നു എന്നറിഞ്ഞു. വളരെ സന്തോഷം. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നറിയിക്കുക. പിന്നെന്താണ്, നമ്മൾ 1 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസാണ് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. ഇന്ന് നമ്മൾ 2 മാർക്കിനുള്ള 10 ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. അതായത് ഓപ്ഷണൽ മൊഡ്യൂളിലുള്ള സ്റ്റാറ്റസ് ഓഫ് വിമൻ എന്നുള്ള ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് 2 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇത് 2 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഞാൻ വളരെ വിപുലമായ രീതിയിലാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. കാരണം ഇനിയിപ്പോൾ ഓരോന്ന് എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമല്ല നോട്ട്സൊന്നും നമുക്ക്. അപ്പോൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടേതായ സെൻറ്റൻസിൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടേതായ ശൈലിയിലേക്ക് മാറ്റി എഴുതുക. ഇത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും 4 മാർക്കിനും 6 മാർക്കിനും ചോദിച്ചുകൂടായികയില്ല. നമുക്കറിയില്ല എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടി കുറച്ചുകൂടി വിശാലമായിട്ട് 2 മാർക്കിന് 2 സെൻറ്റൻസിന് വേണ്ടിയിട്ടല്ല ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കുറച്ചുകൂടി വിപുലമാക്കി എഴുതാൻ വേണ്ടിയിട്ട് 4 മാർക്കിന് ചോദിച്ചാലും എഴുതാം. അതിന് കണക്കാക്കിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഒരുപാട് പേര് വീഡിയോ കണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, ക്ലാസ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാറില്ല. ക്ലാസ് ഉപയോഗപ്പെടുത്തുന്നവർ, അത് എനിക്കെന്നല്ല, ഞാനെന്നല്ല, ഏത് ക്ലാസ് ചെയ്യുന്നവരാകട്ടെ, ഏതൊരു യൂട്യൂബർ ആരായാലും ശരി, നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമുക്കത് ഉപയോഗപ്രദമായി എന്ന് കരുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉപയോഗം ഉണ്ട് എന്ന് കരുതുകയാണെങ്കിൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണല്ലേ. അപ്പോൾ അത് ചെയ്തു പോവുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെയിം എനി 2 laws ഫോർ ലിബറേഷൻ ഓഫ് വിമൻ ഇൻ ഇന്ത്യ. ഇത് ഞാൻ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കി തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും സ്ത്രീ ലിബറേഷൻ ഓഫ് വിമൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വിമോചനം. അപ്പോൾ ഏതെങ്കിലും 2 നിയമം, അപ്പോൾ 2 മാർക്കിനല്ലേ, ഏതെങ്കിലും 2 നിയമം, സ്ത്രീ വിമോചനവുമായി ബന്ധപ്പെട്ട 2 നിയമങ്ങൾ എഴുതാനാണ് ഇന്ത്യയിൽ. നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ധാരാളം നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം എഴുതാനാണ് ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രധാനപ്പെട്ട 4 ലോസ് പറഞ്ഞുതരാം. ഒന്നാമത്തെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധന നിരോധന നിയമം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും പഠിച്ചതാണ്. അത് ഫുള്ള് നിങ്ങൾ എന്തായാലും ആ വർഷവും ആക്റ്റുകളും പഠിച്ച് വെച്ചേക്കുക. 1 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളവയാണ്. 1961 പാസ്സാക്കപ്പെട്ട അല്ലെങ്കിൽ നിലവിൽ വന്ന ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. രണ്ടാമത്തേത് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. നമുക്കറിയാമല്ലേ, ഗാർഹിക പീഡനം. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വീട്ടിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പീഡനങ്ങൾ, അതിനെതിരെ 2005 അതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള നിയമം. മൂന്നാമത്തേത് ദ സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വിമൻ വർക്ക് പ്ലേസ്. ഒരു സ്ത്രീ വിമൻ വർക്ക് പ്ലേസ്, ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗികപരമായ ശല്യങ്ങൾ, അങ്ങനെയുള്ള ഹരാസ്മെൻറ്റ്, അതിനെതിരെയുള്ള നിയമം 2013. പിന്നെന്താണ് നാലാമത്തെ ദ ക്രിമിനൽ ലോ 2013 ക്രിമിനൽ ലോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒന്നുകൂടിയുണ്ട് 5 കമ്മീഷൻ ഓഫ് സതി നിർത്തലാക്കിയത്. ഏറ്റവും വലിയ, സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ പുരോഗമന നിയമങ്ങളിൽ ഒന്നാണല്ലേ. എന്നാണ് സതി സമ്പ്രദായം നിർത്തലാക്കുക. ഭർത്താവിൻ്റെ ചിതയിലേക്ക് ചാടി മരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവളെ എടുത്ത് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടമല്ലെങ്കിൽ പോലും ചിതയിലേക്ക് എടുത്ത് എറിയുന്ന അവസ്ഥ, അത് നിരോധിച്ചത്. അതും ഏറ്റവും വലിയ സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീ വിമോചന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല നിയമമാണ് 1977. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. 1 ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, ദ സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വിമൻ വർക്ക് പ്ലേസ് 2013, ദ ക്രിമിനൽ ലോ 2013, ദ കമ്മീഷൻ ഓഫ് സതി അത് 1987, സതി പ്രിവെൻഷൻ ആക്ട്. അപ്പോൾ ഈ 5 എണ്ണം, 2 എണ്ണമാണ് ചോദിച്ചത്, 5 എണ്ണം ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. രണ്ടാമത്തേത്
വാട്ട് ഈസ് ജെൻഡർ ബേസ്ഡ് സോഷ്യലൈസേഷൻ? സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യവൽക്കരണം അല്ലേ? ജെൻഡർ ബേസ്ഡ് ലിംഗാടിസ്ഥാനത്തിലുള്ള സാമൂഹ്യവൽക്കരണം എന്താണെന്നാണ്. നമുക്കറിയാം നമ്മുടെ സംസ്കാരത്തിൻ്റെ അല്ലേ, നമ്മുടെ സംസ്കാരത്തിൽ ആൺ പെൺ വ്യത്യാസം അന്നും ഇന്നും എന്നും തുടരുന്നതാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ലിംഗഭേദവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും മാനദണ്ഡങ്ങളും പ്രതീക്ഷകളും ഒക്കെ പഠിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ലിംഗ സാമൂഹ്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ലിംഗ സാമൂഹ്യവൽക്കരണം ജനന സമയത്ത് തന്നെ ആരംഭിക്കുന്നു. കുഞ്ഞാണാണോ പെണ്ണാണോ? നമ്മൾ ഒരു ഒരു സ്ത്രീ പ്രസവിക്കുമ്പം തന്നെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, ആൺകുഞ്ഞോ പെൺകുഞ്ഞോ? അപ്പോൾ അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുകയാണ്? ലിംഗ സാമൂഹ്യവൽക്കരണം ആരംഭിക്കുകയാണ്. ജനിക്കുന്ന സമയത്ത് തന്നെ ആണാണോ പെണ്ണാണോ എന്നുള്ള വ്യത്യാസം അത് നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ അറിയുന്നു. പിന്നീട് നമ്മൾ വളർന്ന് കൗമാരത്തിലേക്കൊക്കെ എത്തുമ്പോൾ അത് തീവ്രമാവുകയാണ്. വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, തൊഴിൽ മേഖല ആയിക്കോട്ടെ, അതുപോലെ വരുമാനം, ശാക്തീകരണം, പിന്നെ കൗമാരത്തിലും പിന്നീടുള്ള ജീവിതത്തിലും ഒക്കെ ക്ഷേമത്തിൻ്റെ എല്ലാ സുപ്രധാന മേഖലകളിലും എല്ലാം പിന്നീട് ലിംഗ അസമത്വത്തിനുള്ള കാരണം ആയി മാറുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ലിംഗവിഭാഗങ്ങളെപ്പറ്റി അവർക്ക് ധാരണയുണ്ടാകുന്നു. നീ ആണാണ്, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് കുറച്ച് പരിഗണന കൂടുതൽ നൽകുന്നു, നീ പെണ്ണാണ്, പെൺകുട്ടി ഒതുങ്ങി ജീവിക്കേണ്ടവളാണ്. നമുക്കറിയാമല്ലേ, അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ തന്നെ ഉണ്ടാവുകയാണ്, ലിംഗവിവേചനം തന്നെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ലിംഗാടിസ്ഥാനത്തിലുള്ള സാമൂഹ്യവൽക്കരണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ലിംഗഭേദവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും മാനദണ്ഡങ്ങളും പ്രതീക്ഷകളും ഒക്കെ പഠിക്കുന്ന പ്രക്രിയയ്ക്കാണ് ജെൻഡർ ബേസ്ഡ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ ലിംഗ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ ഇത് എന്ത് ചെയ്യുന്നു? അവിടെ ആൺപെൺ വ്യത്യാസം ആരംഭിക്കുന്നു. പിന്നീടുള്ള ജീവിതത്തിലും എന്ത് ചെയ്യുകയാണ്? ഈ ജെൻഡർ ബേസ്ഡ് സോഷ്യലൈസേഷൻ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഓർത്ത് വെച്ചിട്ട് 2 മാർക്കിന് ചോദിച്ചാലും എഴുതാം, 4 മാർക്കിന് ചോദിച്ചാലും എഴുതാം. കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതുക. 3ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഫെമിനിസം? എന്താണ് ഫെമിനിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്ത്രീപക്ഷപാതം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. സ്ത്രീപക്ഷപാതത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ സാധിക്കും. ചിലപ്പോൾ ഇത് 6 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാട് പേജ് നിങ്ങൾക്ക് എഴുതി നിറയ്ക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് ഫെമിനിസം. സ്ത്രീപക്ഷപാതം എന്ന് പറയാം, സ്ത്രീ ശാക്തീകരണം, സമഭാവന, ബോധവൽക്കരണ പ്രവർത്തനം, ഇതെല്ലാം അല്ലേ, ഇതെല്ലാം ഏതുമായിട്ട് ഫെമിനിസവുമായി ബന്ധപ്പെട്ടവയാണ്. ഇതെല്ലാം നടത്തുകയും സ്ത്രീകൾ പൊതുവെ അടിച്ചമർത്തപ്പെടുകയാണെന്നും അതുപോലെ നമ്മുടെ സമൂഹത്തിൽ അവർ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും ഒക്കെയുള്ള ഒരു അവബോധം സ്ത്രീകളിൽ തന്നെ വളർത്തിയെടുക്കുകയാണ് ആര് ചെയ്യുന്നത്? ഈ ഫെമിനിസവുമായി ബന്ധപ്പെട്ടുള്ളവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ചൂഷണം ചെയ്യലും എല്ലാം അവരെ ബോധ്യപ്പെടുത്തുക, അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിനും സാമൂഹ്യ മാറ്റത്തിനും വേണ്ടി സ്ത്രീകളെ തന്നെ പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് തന്നെ മുൻകൈ എടുപ്പിക്കുക, ഇതെല്ലാം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര വീക്ഷണത്തെയും പ്രവർത്തനത്തെയുമാണ് നമ്മൾ ഫെമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ത്രീകളുടെ ഉന്നമനവും പുരോഗതിയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഫെമിനിസത്തിൽ ഉള്ളത്. ഇങ്ങനെ ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ എന്ത് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്യുന്നു, സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? സ്ത്രീ സംഘടനകളെല്ലാം. സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ഈ പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പരിഹരിക്കാൻ കഴിയില്ല. നമുക്കെപ്പോഴും പുരുഷന്മാരുടെ പിന്തുണയും കൂടി സമൂഹത്തിൽ സ്ത്രീ ഉന്നമനത്തിനായിട്ട് വേണ്ടി വരുന്നു. നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഉണർത്താൻ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹ മനസാക്ഷി ഉണർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്, പരിഹാരങ്ങൾ കാണുന്നുമുണ്ട്. അപ്പം നമുക്ക് എന്തെന്ന് പറയാം? സാമൂഹ്യ സിദ്ധാന്തങ്ങളിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും മനസ്സിലാക്കിയ ലിംഗഭേദം, അതുപോലെ ലിംഗസ്വത്വം, ലൈംഗികത, ലിംഗപ്രകടനം ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള സമത്വത്തിനു വേണ്ടിയുള്ള പ്രശ്നത്തിലേക്കുള്ള ഒരു ആന്തരിക സമീപനമാണ് ഫെമിനിസം എന്നും പറയാം. അതുപോലെ ഓരോ വ്യക്തിയുടെയും കഴിവ്, വർഗം, വംശം, ഇതെല്ലാം ലിംഗഭേദം ഇവയെല്ലാം അടിസ്ഥാനമാക്കിയുള്ള അസമത്വങ്ങളെ ആര് ചോദ്യം ചെയ്യണം? ഫെമിനിസം ചോദ്യം ചെയ്യുന്നു. പ്രത്യുൽപാദന അവകാശങ്ങൾ, ഗാർഹിക പീഡനം, നീതി, സാമൂഹിക നീതി, കുടുംബ മെഡിക്കൽ ലീവ്, അതുപോലെ ഈക്വൽ വേജസ് തുല്യ വേതനം, ലൈംഗിക പീഡനം, അതുപോലെ വിവേചനം, ഇങ്ങനെ തൊഴിലിടങ്ങളിൽ തന്നെ ചില കാര്യങ്ങളല്ലേ വിവേചനവും, ഇതിൽ പല കാര്യങ്ങളും ജോലി സ്ഥലങ്ങളിലും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഫെമിനിസം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് 2-3 തവണയെങ്കിലും കേട്ട് മനസ്സിലാക്കി പഠിക്കുക.
നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കസ്റ്റോഡിയൽ റേപ്പ്? എന്താണ് കസ്റ്റഡി ബലാത്സംഗം? ഇതും മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരാപത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് ബലാത്സംഗം എന്ന് പറയുന്നത്. എന്നാൽ ഈ കുറ്റകൃത്യത്തിന് മതിയായ ശിക്ഷ ലഭിക്കുന്നുണ്ടോ? ഇതെല്ലാം ഞാൻ ഇങ്ങനെ പറയുന്നുവെങ്കിൽ നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതണം കേട്ടോ. അപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ഒരിക്കലും അവർക്ക് അതിൻ്റെ മതിയായ ശിക്ഷ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. നമ്മുടെ നിയമങ്ങളാണ് അതിന് കാരണമെന്നും നമുക്കറിയാം. സ്ത്രീകളെ സുഖഭോഗത്തിനുള്ള വസ്തുവായി ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആധുനികവൽക്കരണവും അശ്രദ്ധയും അറിവില്ലായ്മ അല്ലെ വിദ്യാഭ്യാസം ഇല്ലായ്മയുമാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ഇന്നും ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിനുള്ള കാരണം. ഇനി എന്താണ്, നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് കസ്റ്റോഡിയൽ റേപ്പ് അല്ലെങ്കിൽ കസ്റ്റഡി ബലാത്സംഗം? കസ്റ്റോഡിയൽ എന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് കസ്റ്റോഡിയൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ, അതായത് മറ്റൊരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ സംരക്ഷണത്തിനും മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനും കീഴിലായിരിക്കുമ്പോഴാണ് നമ്മളൊരു വ്യക്തിയുടെ കസ്റ്റഡിയിലായിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ നമുക്ക് കസ്റ്റോഡിയൻ എന്ന് പറയാം. എപ്പോഴാണ് ഒരു ആൾ മറ്റൊരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ സംരക്ഷണത്തിനും മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനും ഒക്കെ കീഴിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് കസ്റ്റഡി എന്ന് പറയുന്നത്. കസ്റ്റഡി ബലാത്സംഗം എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിലുള്ള സ്ത്രീയെ ഒരു പുരുഷൻ ബലാത്സംഗം ചെയ്യുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുമ്പോഴാണ് അത് കസ്റ്റഡി ബലാത്സംഗമായി മാറുന്നത്. സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പുരുഷന്മാർ അവരുടെ സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ അത് വളരെ ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് അല്ലേ. അപ്പോൾ സ്ത്രീകളെ അവർ കസ്റ്റഡിയിലിരിക്കുന്ന സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പദവിയെ തന്നെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ്. ഇനി ഈ കസ്റ്റഡി അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. പോലീസ്, സൈന്യം, മറ്റ് സുരക്ഷാ സേനകൾ എന്നിവയിലൂടെ തടങ്കലിൽ വയ്ക്കുക എന്നിട്ടാണ് ഏറ്റവും വലിയ ഉദാഹരണം അതുതന്നെയാണ് കസ്റ്റഡിയൽ റേപ്പിനുള്ള ഉദാഹരണം. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കസ്റ്റഡിയിൽ വെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പോലീസ്, സൈന്യം, മറ്റ് സുരക്ഷാ സേനകൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 മാർക്കിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇപ്പോൾ 2 മാർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു തന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 4 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ ചോദിച്ചാലും ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി വിപുലമാക്കി കഴിയുന്നിട്ടൊക്കെ എഴുതാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. 5ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം എനി 2 ഓതറേറ്റീവ് ലോ കോഡ്സ് ഇൻ ദ ഏജ് ഓഫ് ധർമ്മശാസ്ത്ര. ധർമ്മശാസ്ത്രയുടെ ഏതെങ്കിലും 2 അതായത് നിയമങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ടല്ലോ നിയമപരമായിട്ടുള്ള, അതിനെക്കുറിച്ച് എഴുതാനായിട്ടാണ്. 1ാമത്തേതെന്ന് പറയുന്നത് മനുസ്മൃതി, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ മനുസ്മൃതി. അതുപോലെ മറ്റൊന്ന് യജ്ഞവൽക്യ സ്മൃതി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ള, സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നുള്ള ആ വാക്യം മനുസ്മൃതിയിൽ നിന്നുള്ളതാണ്. അതുപോലെ യജ്ഞവൽക്യ സ്മൃതിയിലുള്ളതാണ്. അതിൽ പറയുന്നത് പ്രായപൂർത്തിയാകാതെയുള്ള കുട്ടികളുടെ വിവാഹം കഴിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കുന്നത് പാപമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ യജ്ഞവൽക്യ സ്മൃതിയിലുള്ളതാണ്. മനസ്സിലായല്ലോ. ചിലപ്പോൾ വൺവേഡിന് ചോദിച്ചാലോ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ളത് ഏതിൽ നിന്നുള്ളതാണെന്ന് ചോദിച്ചാൽ എഴുതിക്കൂടെ, മനുസ്മൃതിയിൽ നിന്നുള്ളതാണ്. പ്രായപൂർത്തിയാകാതെ കുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നത് പാപമാണെന്ന് പറയുന്നത് ഏതിലാണ്? യജ്ഞവൽക്യ സ്മൃതിയിലാണ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6ാമത്തേത്, ഡിഫൈൻ ജെൻഡർ. എന്താണ് ജെൻഡർ? അല്ലെങ്കിൽ നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് തന്നെയാണല്ലേ ലിംഗഭേദം എന്നൊക്കെ നമുക്ക് പറയാം. ഓരോ ലിംഗത്തിൽപ്പെട്ടവർക്കും ആൺ പെൺ വ്യത്യാസമല്ലേ, ആ സ്ത്രീ ആയാലും പുരുഷനായാലും ഓരോ ലിംഗത്തിൽപ്പെട്ടവർക്കും സംസ്കാരം കൽപ്പിച്ചു നൽകുന്ന മനോഭാവങ്ങളെയും ശീലങ്ങളെയുമാണ് ജെൻഡർ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ലിംഗം, ലിംഗഭേദം, അതുപോലെ ലൈംഗികത, ലിംഗപദവി ഇവ തമ്മിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിഞ്ഞാൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സാമൂഹ്യ ധർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവശാസ്ത്രപരമായ വ്യത്യാസങ്ങളാണ് ആരെന്ന് പറയുന്നത്, സ്ത്രീയും പുരുഷനും അല്ലേ. സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ ജീവശാസ്ത്രപരമായി വ്യത്യാസങ്ങളായ 2 വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് സെക്സ് എന്ന പദം ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. ഓരോ
ലിംഗത്തിൽപ്പെട്ടവർക്കും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സംസ്കാരം കൽപ്പിച്ചു നൽകുന്ന മനോഭാവങ്ങളെയും ശീലങ്ങളെയുമാണ് നമ്മൾ ജെൻഡർ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ 2 പീരിയഡ്സ് ദ മോഡേൺ ഏജ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു. ആധുനിക കാലഘട്ടത്തിൻ്റെ 2 പീരിയഡ്സ് അതിനെക്കുറിച്ച് എഴുതാനായിട്ടാണ്. ഒന്നാമത്തേത് ഏർലി മോഡേൺ പീരിയഡ് അഥവാ ആദ്യകാല ആധുനിക കാലഘട്ടം, 1400നും 1700നും ഇടയ്ക്കുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ശാസ്ത്രീയ അന്വേഷണങ്ങൾ, ഗതാഗതം, വിദ്യാഭ്യാസ പരിഷ്കരണം, ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. രണ്ടാമത്തേത് ലേറ്റ് മോഡേൺ പീരിയഡ്, 1700ന് ശേഷം 1900 വരെ, അവസാന ആധുനിക കാലഘട്ടം. ആ സമയത്താണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കുന്നത്. അതുപോലെ വ്യാവസായിക വിപ്ലവം, സാങ്കേതികപരമായ കണ്ടുപിടുത്തങ്ങൾ, മതേതര രാഷ്ട്രീയം, നഗരവൽക്കരണം, ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏതൊക്കെയാണ് 2 പീരിയഡ്സ് എന്ന് ചോദിച്ചാൽ മോഡേൺ ഏജിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആ 2 പീരിയഡ്സ് ഏർലി മോഡേൺ പീരിയഡ് അഥവാ ആദ്യകാല ആധുനിക കാലഘട്ടവും ലേറ്റ് മോഡേൺ പീരിയഡ് അഥവാ അവസാന ആധുനിക കാലഘട്ടവും. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ സ്റ്റാർട്ടഡ് ദ സ്കൂൾസ് ഫോർ ഗേൾസ് ആൻഡ് ഇൻ വിച്ച് ഇയർ? ആരാണ് സ്ത്രീകൾക്കായിട്ടുള്ള പെൺകുട്ടികൾക്കായിട്ട് ആദ്യമായി സ്കൂൾ സ്ഥാപിക്കുന്നത് ആരാണെന്നാണ്. 1848 സാമൂഹ്യ പരിഷ്കർത്താവായ ആരാണ്? അതായത് ജ്യോതിറാവ് ഫുലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ദളിത് പെൺകുട്ടികൾക്കായിട്ട് സ്കൂൾ സ്ഥാപിച്ചത് അദ്ദേഹമാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ജ്യോതിറാവ് ഫുലെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സാവിത്രിഭായ് ഫുലെ, ഇവരെ ഫുലേസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരാണ് ഫുലേസ് ആണ് 1848 ഓഗസ്റ്റിൽ എന്ത് ചെയ്യുന്നത്? പെൺകുട്ടികൾക്കായിട്ട് പൂനെയിലാണ് ആദ്യമായിട്ടൊരു സ്കൂൾ സ്ഥാപിക്കുന്നത്. അത് താത്യ സാഹബ് ഫിഡെ എന്ന് പറയുന്ന ഒരാളിൻ്റെ വീട്ടിലാണ് ആദ്യത്തെ സ്കൂൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ജ്യോതിറാവ് ഫുലെ സാവിത്രിഭായ് ഫുലെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന 9 വയസ്സിൽ ആയിരുന്നു. അന്ന് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്നതും അക്ഷരം മുതൽ പിന്നീട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എന്ത് ചെയ്യുകയാണ്? വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവർ ചേർന്നാണ് സ്ത്രീകൾക്കായിട്ട് പെൺകുട്ടികൾക്കായിട്ട് ആദ്യമായി സ്കൂൾ സ്ഥാപിക്കുന്നത്. പൂനെയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9ാമത്തേത്. ഡിഫൈൻ സതി. നമുക്കറിയാമല്ലേ സതി സമ്പ്രദായത്തെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു കുടുംബങ്ങളെ അല്ലെങ്കിൽ എന്താണ് ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ ദുരാചാരമായിരുന്നു സതി എന്ന് പറയുന്നത്. ഒരു ഹിന്ദു വിധവ സ്വയം എന്ത് ചെയ്യണം? സ്വയം ചുട്ടുകൊല്ലുന്നതോ അല്ലെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ ശവകുടീരത്തിൽ ചുട്ടുകൊല്ലപ്പെടുന്നതോ ആയ പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു ദുരാചാരത്തെയാണ് എന്തെന്നറിയപ്പെടുന്ന സതി സമ്പ്രദായം. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യയും എന്ത് ചെയ്യണം? അതേ ചിതയിൽ ചാടി മരിക്കണമായിരുന്നു. എത്ര വലിയ ഒരു ദുരാചാരമാണെന്ന് ആലോചിച്ച് നോക്കണം. അച്ഛനെ നഷ്ടപ്പെടുന്ന കുട്ടിക്ക് ഒരേ സമയം തന്നെ ആരെയും നഷ്ടപ്പെടുകയാണ്? അമ്മയെയും നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലേ? അപ്പോൾ അത് നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയാണ്. ആരുടെ ഹെൽപ്പോടു കൂടിയാണ്? ലോർഡ് വില്യം ബെൻഡിക്കിൻ്റെ ഹെൽപ്പോടു കൂടി രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്തു? നമ്മുടെ ഇവിടെ സതി സമ്പ്രദായം നിരോധിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ടേം ഡബിൾ ഡ്രഡ്ജറി. എന്താണ് ഡബിൾ ഡ്രഡ്ജറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കതിൻ്റെ മീനിങ് പറയുകയാണെങ്കിൽ കഠിനമോ മടുപ്പിക്കുന്നതോ ആയ ജോലി അല്ലെങ്കിൽ വിരസത നിറഞ്ഞതും അരോചകത്വം നിറഞ്ഞതുമായിട്ടുള്ള ജോലി എന്നൊക്കെയാണ്. ഇത് നമ്മൾ സ്ത്രീകളുടെ കാര്യവുമായിട്ട് പറയുമ്പോൾ ഡബിൾ ബർഡൻ എന്ന് പറയാം. എന്താണ്? ഇരട്ടി ഭാരം എന്ന് നമ്മൾ പറയില്ല. അതായത് ഒരു സ്ത്രീ വീട്ടിലെ ജോലി ചെയ്യണം, കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് പുറമേ എന്താണ് അവർ ഹൗസ് വൈഫ് അല്ലാതെ ജോലിക്ക് കൂടി പോകുന്നവരുണ്ടല്ലേ. അപ്പോൾ തൊഴിലിടത്തിലെ ജോലി സ്ഥലത്തുള്ള ആ ജോലിഭാരം, അതുപോലെ തന്നെ അവർക്ക് വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന മുഴുവൻ ജോലിയും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, ഇതിനെയാണ് ഈ ഡബിൾ ബർഡൻ അല്ലെങ്കിൽ ഡബിൾ ഡർജറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ വീട്ടിൽ എന്നുള്ളതിന് പുറമെ ജോലി സ്ഥലങ്ങളിൽ 2 തരത്തിലുള്ള ജോലിഭാരം സ്ത്രീകൾ വഹിക്കേണ്ടുന്ന അവസ്ഥ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രയുമാണ്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും 4 മാർക്കിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്താണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ഇത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് തന്നെ ചോദിക്കുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല.
ബാക്കി ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സോഴ്സസും ഉപയോഗപ്പെടുത്തി നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കാതെ ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കുക. അപ്പം നിങ്ങൾക്ക് അത് ഭാവിയിൽ വലിയ ഉപയോഗം ചെയ്യുകയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതല്ലേ എപ്പോഴും നല്ലത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ ഉടനെ നമുക്ക് അടുത്ത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെയൊക്കെ ഒരുമിച്ച് അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.